ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും എന്ന് പറയുന്നത് സത്യമായ കാര്യമാണ് കേട്ടോ. അല്ലാതെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യൂ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും എന്ന് പറയുന്നതല്ല. നമ്മളിപ്പോൾ കെരാറ്റിൻ, ബോട്ടോക്സിൻ, നാനോപ്ലാസ്റ്റിയ മറ്റുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്താലും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഉള്ള മുടി ലെങ്ത് വെക്കും എന്നല്ലാതെ ന്യൂ ബോൺ ബേബി ഹെയർസ് ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷേ ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റിൽ മാത്രമാണ് നമ്മൾക്ക് പുതിയ ഹെയർസ് ഉണ്ടാവുന്നത്. അതായത് നമ്മൾക്കിപ്പോൾ പൊഴിഞ്ഞു പോയ ഹെയർസിൻ്റെ ഫോളിക്കൽസിൽ നിന്നെല്ലാം പുതിയ ന്യൂ ഹെയർസ് ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഹെയറിൽ പെനട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഒരു മാക്സിമം ഒരു 5 മാസത്തേക്ക് നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 5 മാസം കഴിയുമ്പോൾ നിങ്ങൾ സെക്കൻഡ് സിറ്റിംഗ് ചെയ്യണം എന്ന് പറയുന്നത്. അതായത് 3 മാസം കഴിയുമ്പോഴാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് സ്റ്റാർട്ടാവുന്നതും ഒരു 5 മാസത്തിനുള്ളിൽ നമുക്ക് അത്യാവശ്യം ഹെയർസ് വരും. അതുകൊണ്ടാണ് രണ്ടാമത് നമ്മളൊരു റീഫില്ല് പോലെ പറയുന്നത് സെക്കൻഡ് സിറ്റിംഗ് ചെയ്യണം എന്നുള്ളത്. അതായത് നമ്മൾക്ക് എത്രമാത്രം ഹെയർ ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ സിറ്റിങ്ങും നിശ്ചയിക്കുന്നത്. ചിലർ 2 സിറ്റിംഗ് 3 സിറ്റിംഗ് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഹെയർ ഗ്രോത്ത് ആവശ്യത്തിനുണ്ട്, മതിയായി എന്ന് പറഞ്ഞാണ് മറ്റുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആയ കെരാറ്റിനോ, ബോട്ടോക്സോ, നാനോപ്ലാസ്റ്റി പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഇന്ത്യയിൽ എനിക്ക് മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് ആരും സ്വന്തമായിട്ട് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ല. ഇത് ശരിക്കും ബ്രസീലിയൻ നിന്ന് വരുന്ന പ്രോഡക്റ്റ് തന്നെയാണ്. ഇത് ആർക്കൊക്കെ കിട്ടുന്നോ അവർക്കെല്ലാം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ സീക്രട്സ് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പറയാറില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രോഡക്റ്റ് ഏതാണെന്ന് ഞാൻ ഇതുവരെ പറയാതിരിക്കുന്നത്. പിന്നെ എനിക്ക് മാത്രം അല്ല, നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടോ അവർക്കൊക്കെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്ന, ആര് ചെയ്താലും ഈ റിസൾട്ട് കിട്ടുന്നതുമാണ്. അല്ലാതെ എനിക്ക് മാത്രമേ ഇതെല്ലാം ചെയ്യാവൂ എന്നൊന്ന് പറയുന്നത് തന്നെ വളരെ മോശമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിവേസ്, എന്തായാലും ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റ് ഒരു ബെസ്റ്റ് ഹെയർ ഗ്രോത്തിനുള്ള ട്രീറ്റ്മെൻറ്റാണ്.